4 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം, 7 മാസം മുൻപ് നടന്ന യാഗി ചുഴലിക്കാറ്റ്, സാമ്പത്തിക തകർച്ച, ഭക്ഷ്യപ്രതിസന്ധി എന്നിവ നേരിടുന്ന മ്യാൻമറിൽ ഭൂകമ്പം സൃഷ്ടിച്ച നാശം വിലയിരുത്താവുന്നതിലും അപ്പുറം. വളരെ കുറച്ചുകാലം മാത്രം ജനാധിപത്യം നിലനിന്നിട്ടുള്ള മ്യാൻമർ നിലവിൽ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ്. 2021 പട്ടാളം ജനാധിപത്യ നേതാവ് ഓങ് സാൻ സൂചി അടക്കമുള്ളവരെ തടവിലാക്കി അധികാരം പിടിക്കുകയായിരുന്നു. എന്നാൽ ജനറൽ മീൻ ഓക് ലെയിങ്ങിന്റെ പട്ടാള ഭരണകൂടത്തിനോട് ജനങ്ങൾക്ക് മമതയില്ലായിരുന്നു. അട്ടിമറിയെ തുടർന്ന് വൻതോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. പട്ടാളം ഉരുക്കുമുഷ്ടി പ്രയോഗിച്ച് നേരിട്ടപ്പോൾ 100 കണക്കിന് പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾ തടവിലാവുകയും ചെയ്തു. പട്ടാളത്തിനോടുള്ള ജനങ്ങളുടെ നിസ്സഹകരണം രാജ്യം മുഴുവൻ പടർന്ന കലാപവും പിന്നീട് ആഭ്യന്തര യുദ്ധവുമായി പരിണമിക്കുകയായിരുന്നു. ഇതിനിടെയാണ് സെപ്റ്റംബറിൽ യാഗി എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മ്യാൻമറിൽ നാശം വിതച്ചത്. ഏകദേശം 8,90,000 ആളുകളെ അത് ബാധിച്ചു. 384 പേർ കൊടുങ്കാറ്റ് ദുരന്തത്തിൽ മരിക്കുകയും 89 പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയും അതിലൂടെ നശിച്ചു. 2024 ഏറ്റവും ശക്തമായ ഉഷ്ണമേഖല ചുഴലിക്കാറ്റായിരുന്നു യാഗി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭൂകമ്പവും. ഇന്നലെ മ്യാൻമറിൽ നടന്ന ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. 2376 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് അധികൃതർ പറയുന്നത്. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പ്രാദേശിക സമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:50 ഉണ്ടായത്. പിന്നാലെ 6.4 തീവ്രതയുള്ള മറ്റൊരു ഭൂകമ്പവും ഉണ്ടായി. ഭൂചലനത്തിൽ വൻ കെട്ടിടങ്ങളും റോഡുകളും മെട്രോ സ്റ്റേഷനുകളും തകരുന്ന ദൃശ്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. യുദ്ധവും കൊടുങ്കാറ്റ് ദുരന്തവും മൂലം ഭക്ഷണവും വൈദ്യസഹായവുമില്ലാതെ നരകിക്കുന്ന മ്യാൻമർ ജനതയ്ക്ക് ഭൂകമ്പം ദുരന്തത്തിന്റെ ആക്കം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ. ഇനി ഒരു ദുരന്തം കൂടി മ്യാൻമർ ജനതയ്ക്ക് താങ്ങാൻ സാധിച്ചെന്ന് വരില്ല.